പൂർണ്ണമായി ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആവില്ല. അത് മാത്രമല്ല, ഇറാന്റെ ഒരു വാക്കുകൂടി വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. ഇറാൻ പറഞ്ഞ മിക്ക കാര്യങ്ങളും പ്രവർത്തിച്ച് കാട്ടിയിട്ടുമുണ്ട്. ഒരു കാര്യം എന്താണ്? ഇറാനെ അനാവശ്യമായി ആണവ നിലയങ്ങൾ ഉൾപ്പെടെ, ഊർജ്ജ നിലയങ്ങൾ ഉൾപ്പെടെ, വൈദ്യുത നിലയങ്ങൾ ഉൾപ്പെടെ, എണ്ണപ്പാടങ്ങൾ, ഇതെല്ലാം ഊർജ്ജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഊർജ്ജ ഉപാധികളെ ആക്രമിക്കും എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ മധ്യപൗരസ്ത്യ പ്രദേശത്തെ അമേരിക്കൻ സേനാ വിന്യാസമുള്ള എല്ലാ രാജ്യങ്ങളിലെയും ഡീസാലിനേഷൻ പ്ലാന്റുകൾ, അതായത് കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമായി മാറ്റുന്ന ഡീസാലിനേഷൻ പ്ലാന്റുകൾ ആക്രമിക്കും എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഒരുപക്ഷെ മുൻപ് നടത്തിയ എല്ലാ ആക്രമണങ്ങളുടെയും രീതിശാസ്ത്രം വെച്ച് നോക്കിയാൽ ആദ്യം അമേരിക്കൻ സേനാ താവളങ്ങൾ, പിന്നീട് തന്ത്രപ്രധാനമായ ചില മേഖലകൾ, എയർപോർട്ട് മുതലായ മേഖലകൾ, പിന്നീടാണ് എണ്ണപ്പാടങ്ങൾ, അവസാനം ഡീസാലിനേഷൻ പ്ലാന്റ് കൂടി ആക്രമണ വിധേയമാവുകയാണെങ്കിൽ വെള്ളം കൂടി മുട്ടാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായി അല്ല എങ്കിൽ പോലും ഭാഗികമായിട്ടെങ്കിലും കലാമിറ്റി, ഒരു ഹ്യൂമൻ ട്രാജഡി അവിടെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഒഴിവാക്കുന്നതിന് ബുദ്ധിപൂർവമായ നീക്കുപോക്കുകൾ, നടപടികൾ രണ്ടു ഭാഗത്തും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അമേരിക്കയുടെ ഭാഗത്ത് മാത്രമല്ല, ഇറാന്റെ ഭാഗത്തും നീക്കുപോക്കുകൾ ഉണ്ടാകേണ്ടത്. ഒറ്റ നീക്കുപോക്ക് മാത്രമേ ഉള്ളൂ. താൽക്കാലികമായി ഇറാന്റെ എണ്ണ പൊതുവിപണികളിൽ വിൽക്കാനുള്ള അനുവാദം അമേരിക്ക ഇപ്പോൾ നൽകിയിരിക്കുന്നു. അത് ഇറാനിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന എണ്ണയല്ല, ഇറാന്റെ കപ്പലുകളിൽ ഓൾറെഡി കയറ്റി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നങ്കൂരം വിട്ടിരിക്കുന്ന ഇറാനിയൻ കപ്പലുകളുടെ എണ്ണ ഒന്ന് വിൽറ്റ് മാറാനുള്ള സമ്മതം കൊടുത്തിരിക്കുന്നു. കാരണം ആഗോള വിപണിയിൽ എണ്ണ വില തീപിടിക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധം എന്ന നിലയിൽ ഒരു കൺസെഷൻ കൂടിയാകാം. ഇറാന്റെ മേലുള്ള ഉപരോധം അവസാനിപ്പിച്ചിരിക്കുന്നു. യുദ്ധം തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഇറാന് മേൽ ഉപരോധം ഉണ്ടാവില്ല. ഇറാൻ ഇഷ്ടമുള്ളതുപോലെ എണ്ണ വിൽക്കാം. അവരുടെ ഭൗതിക ജീവിതത്തെ ഞങ്ങൾ തകർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വാഭാവികമായി ഇറാനും പിന്നോട്ട് പോകും. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനും കഴിയും. ഈ ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കാൻ ആരും വരുന്നില്ല എന്നത് മാത്രമാണ്. അത് മാത്രമല്ല, വിശാലമായ അർത്ഥത്തിൽ സമാധാനം ഉണ്ടാകണം എങ്കിൽ വിശാല അടിത്തറയിൽ ഒരു സമഗ്ര കരാർ ഉണ്ടാകേണ്ടതുണ്ട്. ഇസ്രയേലും ഇറാനും സൗദി അറേബ്യയും ചേർന്നുകൊണ്ട് ഭാവിയിൽ ഒരു യുദ്ധമില്ലാ കരാർ ഇത് സാധ്യമാക്കണമെങ്കിൽ പാലസ്തീൻ വിഷയത്തിൽ ഉൾപ്പെടെ കൃത്യമായ ചില നടപടികൾ ഉണ്ടാകണം. പലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെ രൂപീകരണം സംഭവിക്കണം. സ്വതന്ത്ര പരമാധികാര പാലസ്തീനും സ്വതന്ത്ര പരമാധികാര ഇസ്രയേലും സൈഡ് ബൈ സൈഡായി അധിവസിക്കാൻ, സഹവസിക്കാൻ കഴിയുന്നിടത്തോളം കാലം അടിസ്ഥാനപരമായ പശ്ചിമേഷ്യയിലെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. പിന്നെ ഇറാൻ എന്ത് പറയാനാകും? ഇസ്രയേലിനെതിരെ ഇറാൻ ചന്ദ്രഹാസം ഇളക്കിയത് മുഴുവൻ തന്നെ പലസ്തീൻ വിഷയം പറഞ്ഞുകൊണ്ടാണ്. പലസ്തീൻ വിഷയത്തിന്റെ കോസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചത്. ഇങ്ങനെയുള്ള ആക്രമണമാണ് പിന്നീട് ഈ യുദ്ധത്തിലേക്ക് ആത്യന്തികമായി കലാശിച്ചത്. അങ്ങനെയുള്ള ഒരു മനോഭാവമാണ്